Web programming using PHP. Fifth module, second part. PHP PostgreSQL integration. Establishing database connection, closing database connection. ഈ രണ്ട് ടോപ്പിക് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഒന്ന് PG connect, അതുപോലെ PG close. ഈ രണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ഷൻ പോസിബിൾ ആക്കും. സോ ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ, പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതാ? വാപ്പ് സോഫ്റ്റ്വെയർ. W for Windows component, A for Apache server, P for PostgreSQL database and P for PHP. ശരിക്കും നമുക്കൊരു നമ്മുടെ സോഫ്റ്റ്വെയർ റൺ ചെയ്യണമെങ്കിൽ 4 സോഫ്റ്റ്വെയർസ് ആവശ്യമുണ്ട്. അതിലൊന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കണ്ടന്റ്. അപ്പോൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ കണ്ടന്റ് നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സർവർ നമുക്ക് ആവശ്യമുണ്ട്. ഇത് രണ്ടേപ്പിക്കുന്ന സർവർ മെഷീൻ ആണല്ലോ. ആ സർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സർവർ വേണം. കാരണം സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് PHP. അപ്പോൾ അതിന് സർവർ വേണം. ദെൻ വേറൊന്നാണ് ഡാറ്റാബേസ്. ഡാറ്റാബേസിലുള്ള പ്രോഗ്രാംസ് റൺ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റാബേസ് വേണം. അല്ലെ, മൈക്രോസോഫ്റ്റിന്റെ ആക്സസ് ഡാറ്റാബേസ് ആണ്. അതുപോലെ MS SQL ഉണ്ട്. വേറൊന്ന് MySQL ഉണ്ട്. PostgreSQL, ഏതെങ്കിലും ഒരു ഡാറ്റാബേസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതൊരു സോഫ്റ്റ്വെയർ ആയി. പിന്നെ PHP എക്സിക്യൂട്ട് ചെയ്യുന്ന PHP ആണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ഈ 4 സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ അത് എല്ലാം കൂടെ ആയിട്ട് സിംഗിൾ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ്, വാപ്പ് എന്ന് പറഞ്ഞത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ബിറ്റ്നാമി എന്ന് പറഞ്ഞ കമ്പനിയാണ്. ബിറ്റ്നാമിയുടെ കമ്പനിയുടെ ഒരു വെബ്സൈറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വാപ്പ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, ഫ്രീ ഓപ്പൺ സോഴ്സ് പോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് വിൻഡോസ് കമ്പോണന്റ് ആയതുകൊണ്ടാണ് W എന്ന് പറഞ്ഞത്. W ഫോർ വിൻഡോസ് കമ്പോണന്റ്. അപ്പൊ ഇവിടെ ലിനക്സിലാവുമ്പോൾ എന്ത് വരും? L വരും, ലാപ്പ് വരും. ലാപ്പ് ലിനക്സ് കമ്പോണന്റ്, അപ്പാഷെ, PostgreSQL, PHP. അതുപോലെ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന്റെ മാക് വരുമ്പോൾ വരും M വരും, മാപ്പ്. ഇത് മുമ്പ് ഇവിടെ ഡാറ്റാബേസ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് MySQL ആയിരുന്നു. ബിറ്റ്നാമിയുടെ സോഫ്റ്റ്വെയർ MySQL. അപ്പൊ M ആയി വരുന്നത് വാമ്പ്, ലാമ്പ്, മാമ്പ് എന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് PostgreSQL ആയി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത് എന്താണ് ഇവിടെ P ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഈ സോഫ്റ്റ്വെയർ അപ്പാഷെ സോഫ്റ്റ്വെയർ മറ്റ് വേറെ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ലെറ്റർ മാറും. ഓക്കെ, ആ രൂപത്തിലുള്ള സോഫ്റ്റ്വെയർ അവൈലബിൾ. ബിറ്റ്നാമി എന്ന് പറഞ്ഞ കമ്പനിയുടെ സൈറ്റ് bitnami.com, അവരുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് അപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ കണ്ടന്റ്സ് ഓഫ് അപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതാണ് വാപ്പ് സോഫ്റ്റ്വെയർ. ഇത് ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പല വെർഷൻസ് കമ്പ്യൂട്ടറിൽ എന്താ വിൻഡോസ്, മാക്, ലിനക്സ് വെർഷൻ. അതുപോലെ അവിടെ നമുക്ക് വാപ്പ് മാത്രമല്ല കിട്ടുക, 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ വിൻഡോസ് അപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് താഴെ കാണാൻ പറ്റും അതിന്റെ വെർഷൻസ് ഒക്കെ ഉണ്ടോ. ഓരോ വെർഷൻസ് അവൈലബിൾ വാപ്പിന്റെ വെർഷൻ. ഇത് വിൻഡോസ് ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ അവിടെ ലാപ്പ് കാണാൻ പറ്റും, അതുപോലെ മാപ്പ് കാണാൻ പറ്റും. ലാപ്പ് ഉണ്ടോ, ലാപ്പ് അവൈലബിൾ ആണ്. അതുപോലെ മാപ്പ് ഉണ്ടോ, മാപ്പ്. ഇനി മുമ്പ് ഞാൻ PostgreSQL പകരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു MySQL എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, വാമ്പ് ഉണ്ടോ, വാമ്പ് അവൈലബിൾ ആണ്. ലാമ്പ്, ഓക്കെ, അതേപോലെ മാമ്പ്, ഇതെല്ലാം അവൈലബിൾ ആയിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് വാപ്പാണ്. അപ്പൊ വാപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പൊ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണാം. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ കൊടുക്കാം. ഐ ബട്ടണിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ എസ്റ്റാബ്ലിഷിംഗ് ഡാറ്റാബേസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കോഡാണ് PG connect. ഓക്കെ, ടു കണക്ട് എ PostgreSQL ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് PG connect. ദ സ്ട്രിംഗ് ഈസ് കോൾഡ് കണക്ഷൻ സ്ട്രിംഗ്. ഏതൊരു ഡാറ്റാബേസുമായി ഫ്രണ്ട് എൻഡ് കണക്ട് ചെയ്യുമ്പോഴും കണക്ഷൻ സ്ട്രിംഗ് മസ്റ്റ് ആണ്. ഓക്കെ, എപ്പോഴും നമ്മൾ കണക്ട് പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ആവശ്യമാണ് കണക്ഷൻ സ്ട്രിംഗ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, വൈവൊക്കെ എക്സാമിൽ ചോദിക്കാം. കൂടെ ഓക്കെ, PG_connect കണക്ഷൻ സ്ട്രിംഗ്. കണക്ഷൻ സ്ട്രിംഗ് എങ്ങനെ കണക്ട് ചെയ്യുക? ഇതാണ് കണക്ഷൻ സ്ട്രിംഗ്. PG connect. ഫസ്റ്റ് ഹോസ്റ്റ്, സെക്കൻഡ് ആണ് ആട്രിബ്യൂട്ടുകൾ. ഏതൊക്കെയാ? ഹോസ്റ്റ്, യൂസർ, പാസ്വേഡ്, DB നെയിം, കണക്ട് ടൈം ഔട്ട്, ഹോസ്റ്റ് അഡ്രസ്, പോർട്ട്. ഇതിൽ ബേസിക് ആയിട്ട് വരുന്ന 4 എണ്ണം. ഓക്കെ, ഹോസ്റ്റ്, യൂസർ, പാസ്വേഡ്, DB നെയിം, ഇത് മസ്റ്റ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഓപ്ഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ എക്സാമ്പിൾ ഓക്കെ, കൺ എന്ന് പറഞ്ഞൊരു വേരിയബിൾ അസൈൻ ചെയ്തു, $_con. ദെൻ PG connect ഇടയ്ക്ക് എന്ത് കൊടുത്തു? ഹോസ്റ്റ് ഇസ് ഈക്വൽ ടു ലോക്കൽ ഹോസ്റ്റ്. നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ആണ് മെഷീൻ അല്ലെ. നമ്മുടെ ഹോസ്റ്റ് ആണ് ലോക്കൽ ഹോസ്റ്റ് ആണല്ലോ. റൺ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും ലോക്കൽ ഹോസ്റ്റ്. യൂസർ Postgres ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. Postgres എന്ന് പറഞ്ഞ യൂസർ. അതിന്റെ പാസ്വേഡ് GEMS എന്നാണ് കൊടുത്തുള്ളത്. ദെൻ DB നെയിം, ഡാറ്റാബേസ് നെയിം, കോളേജ്. ഓക്കെ അല്ലെ. ഇങ്ങനെ ഒരു കണ്ടന്റ് സ്ട്രിംഗ് ആണ് എക്സാമ്പിൾ ആയി കൊടുത്തുള്ളത്. എന്നിട്ട് PG connect ബ്രാക്കറ്റിലെ കണക്ഷൻ സ്ട്രിംഗ്. അപ്പൊ ഈ ഒരു കണക്ഷൻ സ്ട്രിംഗ് ഇവിടെ എക്സിക്യൂട്ട്. ഇവിടെ നോക്കിയാൽ അതിന്റെ ആട്രിബ്യൂട്ട്സുകൾ ഹോസ്റ്റ്
The server location as defined by host name. Host name അതായത് സർവർ എവിടെയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് സെർവർ അത് ചെക്ക് ചെയ്യുന്ന സെർവർ നെയിം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലോക്കൽ ഹോസ്റ്റിലാണ് നമ്മൾ സെർവർ നെയിം സെറ്റ് ചെയ്ത് വെച്ചത്. ആ ലൊക്കേഷൻ അതായത് ലോക്കൽ ഹോസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദെൻ യൂസർ ഏത് കണക്ട് ചെയ്ത ഏത് യൂസറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് യൂസർ ആണ് പോസ്റ്റ്ഗ്രസ്. നമുക്ക് വേറെ യൂസർ ക്രിയേറ്റ് ചെയ്യാം. ആ ഡാറ്റാബേസിനകത്ത് വേറെ യൂസർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചോദിക്കും ഈ ഒരു കണ്ടന്റ് യൂസർ നെയിം. ബൈ ഡിഫോൾട്ട് യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് ആണ്. അവിടെ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാണ്ട്. പാസ്വേഡ് ദ കണക്ഷൻ സ്ട്രിംഗ് കണക്ഷൻ പാസ്വേഡ് യൂസേഴ്സ് പാസ്വേഡ്. അപ്പൊ ഈ പാസ്വേഡ് ഇൻസ്റ്റാളേഷൻ സമയത്ത് നമുക്ക് പാസ്വേഡ് ചോദിക്കും. ഏത് പാസ്വേഡ് ആണ് ചോദിക്കാറുണ്ട്. ആ പാസ്വേഡ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചോദിക്കും. ആ പോസ്റ്റ്ഗ്രസ്ക്യൂഎലിലെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഏത് ഡാറ്റാബേസ് ഓപ്പൺ ആക്കുമ്പോൾ ഈ പാസ്വേഡ് ഓർത്തിരിക്കണം. അത് ആവശ്യം വരും. ഓപ്പൺ ആക്കുമ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ആ കറസ്പോണ്ടിങ് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാം. DB നെയിം ഡാറ്റാബേസ് നെയിം. DB നെയിം എന്ന് പറയുന്നത് നെയിം ഓഫ് ദ ഡാറ്റാബേസ് ടു കണക്ട്. ഡാറ്റാബേസുമായി കണക്ട് ചെയ്യാനുള്ള ഡാറ്റാബേസ് ആണ്. ഏത് ഡാറ്റാബേസ് ആണോ അതുമായി കണക്ട് ചെയ്യുക. നെയിം ഓഫ് ദ ഡാറ്റാബേസ്. അപ്പൊ ആ ഡാറ്റാബേസ് നെയിം എൻ്റർ ചെയ്യുക. അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് പറയാൻ പോകുന്നത്. ഹോസ്റ്റ് മീൻസ് ദ സർവർ ലൊക്കേഷൻ ആസ് ഡിഫൈൻഡ് ബൈ എ ഹോസ്റ്റ് നെയിം. അപ്പൊ എവിടെയാണ് ആ ഹോസ്റ്റ് നെയിം ലൊക്കേഷൻ, സർവറിന്റെ ലൊക്കേഷൻ എവിടെയാണോ അതാണ് ഹോസ്റ്റ് ഉദ്ദേശിച്ചത്. സോ നമുക്ക് ഇവിടെ ഏതാണ് ലോക്കൽ ഹോസ്റ്റ് ആണ് അല്ലെ. യൂസർ മീൻസ് കണക്ടിങ് ദ യൂസർ നെയിം. ഏതാണ് യൂസർ നെയിമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് ആണ്. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് പോസ്റ്റ്ഗ്രസ്. അതിന്റെ കൂടെ തന്നെ പാസ്വേഡ് ഉണ്ടായിരുന്നു. പാസ്വേഡ് മീൻസ് കണക്ടിങ് യൂസേഴ്സ് പാസ്വേഡ്. അപ്പൊ യൂസർ നെയിം ബൈ ഡിഫോൾട്ട് പോസ്റ്റ്ഗ്രസ് ആണ്. അപ്പൊ അതേ സമയത്ത് അതിന്റെ കൂടെ ഒരു യൂസർ പാസ്വേഡ് എൻ്റർ ചെയ്യാണ്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചോദിക്കും. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അപ്പൊ അവിടെ കൊടുത്ത പാസ്വേഡ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഏത് ഡാറ്റാബേസ് കണക്ഷനും റൺ ചെയ്യുമ്പോഴും ഈ പാസ്വേഡ് ആവശ്യം വരും. ഓക്കെ, യൂസർ നെയിം കറസ്പോണ്ടിങ് പാസ്വേഡ്. DB നെയിം ഡാറ്റാബേസ് നെയിം ആണ്. അപ്പൊ ഏത് ഡാറ്റാബേസുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡാറ്റാബേസ് നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 4 കണ്ടന്റുകൾ വളരെ ഇമ്പോർട്ടന്റ്, കമ്പൽസറി ആണ്. ഓക്കെ, ബാക്കിയുള്ളത് ഓപ്ഷനില്ല. കണക്ഷൻ ടൈം ഔട്ട്. ദ നമ്പർ ഓഫ് സെക്കൻഡ്സ് ടു കണ്ടിന്യൂ വെയിറ്റിംഗ് ഫോർ എ കണക്ഷൻ റെസ്പോൺസ്. അപ്പൊ കണക്ഷൻ കിട്ടുന്നുണ്ടെന്ന് കണക്ഷൻ ചെയ്യാനുള്ള ടൈമാണ്. അപ്പൊ ഒരു 5 സെക്കൻഡ്സ് കൊടുത്താൽ 5 സെക്കൻഡ്സിൽ കണക്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ടൈം ഔട്ട് ആവും. അപ്പൊ അങ്ങനെ ഈ കണക്ഷൻ ടൈം ഔട്ട് എന്ന് പറഞ്ഞ ശേഷം ഇസ് ഈക്വൽ ടു അവിടെ 5 എന്ന് കൊടുത്താൽ 5 സെക്കൻഡ്സ് വരെ കണക്ഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രയത്നം ഒഴിവാക്കും. ഇത് രണ്ടാമത് ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ആ ഒരു കണ്ടന്റ്. ഹോസ്റ്റ് അഡ്രസ് ദ സർവർ ലൊക്കേഷൻ ആസ് ഡിഫൈൻഡ് ബൈ IP അഡ്രസ് സച്ച് ആസ് IP അഡ്രസ് കൊടുക്കണം. ഇതുപോലെ IP അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഹോസ്റ്റിന്റെ IP അഡ്രസ് ബൈ ഡിഫോൾട്ട് നമുക്ക് സെറ്റ് കൊടുക്കുക. നമ്മൾ റൺ ചെയ്യുമ്പോൾ കാണിക്കാം. ഈ താഴെ നമ്മൾ ഏത് ബ്രൗസറാണ് റൺ ചെയ്യുന്നത്. ക്രോം ഒക്കെ ആണെങ്കിൽ ക്രോമിൽ ഈ താഴെ ഇവിടെ റൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ലോഡ് ചെയ്യുമ്പോൾ IP അഡ്രസ് 127.00. അങ്ങനെ ഒരു IP അഡ്രസ് കാണാൻ പറ്റും. ആ IP അഡ്രസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് IP അഡ്രസ് അത് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ഒരു IP അഡ്രസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹോസ്റ്റിന്റെ അഡ്രസ്. ഓക്കെ, പോർട്ട്. ഇൻസ്റ്റാളേഷൻ സമയത്ത് പോർട്ട് അഡ്രസ് ചോദിക്കാറുണ്ട്. പോർട്ട് നമ്പർ ഓൺ ദ വിച്ച് സർവർ കണക്ട്. സർവർ കണക്ട് ചെയ്യുന്ന പോർട്ട് നമ്പർ ഏത്. അത് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് അല്ല, ഹാർഡ്വെയർ പോർട്ട് അല്ല, സോഫ്റ്റ്വെയർ പോർട്ട് ഉദ്ദേശിക്കും. അപ്പൊ ഇവിടെ ബൈ ഡിഫോൾട്ട് സെറ്റ് ചെയ്യുന്ന പോർട്ട് 5432 എന്നാണ്. ഇത് ഇൻസ്റ്റാളേഷൻ സമയത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഡിഫോൾട്ട് ആയിട്ട് ഈ ഒരു പോർട്ട് നമ്പർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് പോർട്ട് നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ആ പോർട്ട് നമ്പർ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് PG ക്ലോസ് അല്ലെ. എന്താ യൂസ് ചെയ്യാം, ടു ക്ലോസ് ദ ഓപ്പൺ ഡാറ്റാബേസ് കണക്ഷൻ. അപ്പൊ വലിയൊരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ 2, 3, 4 ഡാറ്റാബേസും അതിന്റെ കണക്ഷൻസ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അപ്പൊ 4 ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂസ് കഴിഞ്ഞാൽ ആ കണക്ഷൻ ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നമുക്ക് അടുത്ത എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ ഒരു കൊറി ഇതിന്റെ കൂടെ ഇന്റർ കണക്ട് ചെയ്താൻ ചാൻസ് ഉണ്ട്. അതുപോലെ അതിപ്പോ വേറെ ആ ഡാറ്റാബേസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. അതൊക്കെ ആർക്കും വേണ്ടി കടന്നു വരാം. നെറ്റ്വർക്കിലൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു ഇൻട്രൂഡർക്കോ ഹാക്കേഴ്സിനോ ഒക്കെ കയറാൻ കഴിയും. അപ്പൊ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം, ആ കണക്ഷൻ ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോ സിംഗിൾ പ്രോഗ്രാമിന് ഒരു സിംഗിൾ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ല. ഒരു പക്ഷേ മൾട്ടിപ്പിൾ ഡാറ്റാബേസ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പൊ സ്റ്റുഡന്റ് ഡാറ്റാബേസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അതുപോലെ കോളേജ് ഡാറ്റാബേസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ 2 ഡാറ്റാബേസിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ വിചാരിക്കാം. അപ്പൊ അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ ക്ലോസ് ചെയ്യണം. നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ക്ലോസ് ചെയ്യും. നെസ്റ്റർ ഇഫ് കൊടുക്കുമ്പോൾ നെസ്റ്റർ ഇഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഓരോന്നും കഴിഞ്ഞാൽ ഇന്നർ ഏതാണോ അത് ക്ലോസ് ചെയ്യും. ആവശ്യമുള്ള സമയത്ത് ഓപ്പൺ ചെയ്യുക, പിന്നെ അത് ക്ലോസ് ചെയ്യുകയില്ല. അതിന്റെ ഉപയോഗം കഴിഞ്ഞാൽ ആ രൂപത്തിൽ ക്ലോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണ് PG ക്ലോസ്. ഓക്കെ, സിമ്പിൾ PG ക്ലോസ് കണക്ഷൻ സ്ട്രിംഗ് കണ്ടോ. PG ക്ലോസ് ആ കണക്ഷൻ സ്ട്രിംഗ് ഇവിടെ $സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവില്ലേ. കോളൻ ഈസ് ഈക്വൽ ടു പറഞ്ഞ വാല്യൂ മുമ്പ് ചെയ്ത പോലെ ഇവിടെ കോൺ ഈസ് ഈക്വൽ ടു ആ കംപ്ലീറ്റ് വാല്യൂ. ഇങ്ങനെ അസൈൻ ചെയ്തതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വേരിയബിൾ മാത്രം ഇവിടെ ആക്സസ് ചെയ്താൽ മതി. അതാണ് അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ കാരണം. PG ക്ലോസ് കോൺ. അപ്പൊ ആ കണക്ഷൻ സ്ട്രിംഗ് കംപ്ലീറ്റ് വരെ കിട്ടും.
ഓക്കെ അല്ലെ? ഒരു സിമ്പിൾ പ്രോഗ്രാം നോക്കി, $സിമ്പിൾ അണ്ടർസ്കോർ കൺ അല്ലെ, ഒരു PG കണക്ട് കണക്ഷൻ സ്ട്രിങ് ആക്സസ് ചെയ്തു. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുന്ന എപ്പോഴും നല്ലതാണ്. കാരണം കണക്ഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇഫ് നോട്ട് കണക്ഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് വർക്ക് ചെയ്യണം? എക്കോ കുഡ് നോട്ട് കണക്ട് ടു ഡാറ്റാബേസ് അല്ലെങ്കിൽ കോളേജ്. ഇവിടെ കോളേജാണ് കൊടുത്തുള്ളത്, അപ്പൊ കോളേജ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്ത് വരും. എപ്പോ ഈ ഒരു കണക്ഷൻ സ്റ്റേറ്റ്മെന്റ് കണക്ഷൻ ഇല്ലെങ്കിൽ അപ്പൊ ഈ ഒരു സിന്റാക്സ് എഴുതിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഡാറ്റാബേസിൽ ഇങ്ങനെ ഒരു പോസ്റ്റ്ഗ്രേസ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ്ഗ്രേസ് പറഞ്ഞൊരു യൂസർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് തെറ്റായിരിക്കും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, പാസ്വേഡ് എറർ ആയിരിക്കാം, ഡാറ്റാബേസ് നെയിം വ്യത്യാസം ഉണ്ടായിരിക്കാം, എനി എറേഴ്സ്. ഓക്കെ, ഒന്നെങ്കിൽ ഇത് കറക്റ്റ് ആയിരിക്കും, ഡാറ്റാബേസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ ആ മിസ്റ്റേക്ക് കൊണ്ട് എന്ത് കണക്ഷൻ കിട്ടില്ല. കിട്ടായിരുന്നു കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്ത് വരും? കുഡ് നോട്ട് കണക്റ്റഡ് ടു കോളേജ്. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക കണക്ഷൻ കിട്ടിയില്ല. കണക്ഷൻ കിട്ടാത്ത ബാക്കിയുള്ള പ്രോഗ്രാം ചെയ്തൊരു കാര്യമില്ലല്ലോ. ഇൻ കേസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലോ ഇത് പ്രിന്റ് ചെയ്യും, ഏതാ? സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു കോളേജ്. ഇത് നമുക്ക് തിരിച്ചും ചെയ്യാട്ടോ. ഇവിടെ നോട്ട് കണ്ണ പറഞ്ഞു, ഇവിടെ ഇഫ് കൺ എന്ന് കൊടുത്താൽ കണക്ഷൻ കിട്ടിയാൽ, അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യണം? ഈ സക്സസ്ഫുള്ളി ഇവിടെ കൊടുക്കണം, സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു കോളേജ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഈ എൽസ് പാർട്ട് എന്ത് വർക്ക് ചെയ്യും? കുഡ് നോട്ട് കണക്റ്റഡ് ടു കോളേജ് അങ്ങനെ കൊടുക്കാം, രണ്ട് രൂപത്തിലും കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ കണക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് കണക്ഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യണം? PG ക്ലോസ്, കണക്ഷൻ ക്ലോസ് ചെയ്യും വേണം. ഓക്കെ അല്ലേ? നമുക്കത് പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം നോക്കിയാൽ സെയിം കോഡാണ്. കണക്ഷൻ PG connect, host is equal to local host, DB name is equal to company, then user equal to Postgres, password is equal to GEMS. Okay, ഇങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ സ്ട്രിങ്ങുകളിൽ. ദെൻ ഇവിടെ കണ്ണ കൊടുത്തുള്ളത്, കണ്ണാണ് കണക്ഷൻ കിട്ടിയാന്ന് ഉദ്ദേശിച്ചത്. കണക്ഷൻ കിട്ടിയെന്ന് വേണം? സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു കമ്പനി. കമ്പനി എന്ന് ഉദ്ദേശിച്ചത് ഒരു ഡാറ്റാബേസ് ആണ്, കമ്പനി ഡാറ്റാബേസ്. ഓക്കെ, ടു ഡാറ്റാബേസ് കമ്പനി. അതുപോലെ കുഡ് നോട്ട് കണക്റ്റഡ് ടു ഡാറ്റാബേസ് to the database company. ഓക്കെ, ഇങ്ങനെ കണക്ഷൻ കിട്ടിയാൽ അത് കാണിക്കാം. ജസ്റ്റ് കണക്ഷൻ ക്ലോസ് ചെയ്തു. അവരുടെ കണക്ഷൻ വേണ്ടി മാത്രമുള്ള പ്രോഗ്രാമാണ്. റൺ ചെയ്ത് നോക്കാം. എങ്ങനെ റൺ ചെയ്യാം? നമുക്ക് ലോക്കൽ ഹോസ്റ്റിൽ ഓപ്പൺ ആക്കണ്ടേ? ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ ഏതെടുക്കുക? PG admin. അതെ, ഇതൊക്കെ എങ്ങനെ ചെയ്യാനുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കാം എങ്ങനെയാണ് ഡാറ്റാബേസ് ഓപ്പൺ ആക്കി കണക്ട് ചെയ്യാനുള്ളത്. ഗോ ടു PG admin. ഇതാണ് നമ്മുടെ ഡാറ്റാബേസിന്റെ ബാക്ക് എൻഡ്. ഇവിടെ പോസ്റ്റ്ഗ്രേസ്ക്യൂഎൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോഴാണ് യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. പോസ്റ്റ്ഗ്രേസ് ആണ് യൂസർ നെയിം, പാസ്വേഡ് GEMS. ലോഗിൻ ചെയ്യാം. ഇവിടെ IP അഡ്രസ് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ 127 അല്ല, ഈ താഴെ 0.0.1 ഇതാണ് ബൈ ഡിഫോൾട്ട് IP അഡ്രസ്. ഇവിടെ കമ്പനി ഡാറ്റ ടൈപ്പിൽ ഇല്ല, കണ്ടോ? അപ്പൊ എക്സിക്യൂട്ട് ആവില്ല, എറർ വരും. നമുക്ക് ആ കമ്പനി നെയിം ചേഞ്ച് ചെയ്യാം. കോളേജ്. ഇവിടെ നോക്കി കോളേജിന്റെ ഡാറ്റാബേസ് ഉണ്ട് അല്ലെ? അതാ കോളേജ് ഡാറ്റാബേസസ്. ഇവിടെ നമുക്ക് നിൽക്കുന്നത് ഡാറ്റാബേസസ്, അതിൽ കോളേജിന്റെ ഡാറ്റാബേസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇനി റൺ ചെയ്യണമെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് വേണ്ടേ? ലോക്കൽ ഹോസ്റ്റ്. എന്താ ഇവിടെ നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷൻ എവിടെ നോക്കുക? ആ ലൊക്കേഷനിൽ വർക്ക് ചെയ്യിപ്പിക്കുക. നമ്മുടെ ഫോൾഡർ ഏതാ നോക്കുക? ഡാറ്റാബേസ് പ്രോഗ്രാംസ് എന്നാണ്. ഇവിടെ ഡേ 2 അതിലാണ്. ഇതാ PG കണക്ട് ചെയ്യുന്ന കണ്ടന്റ്. ഞാൻ സേവ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. കണ്ടോ? സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു ദ ഡാറ്റാബേസ് കോളേജ് എന്ന് പ്രിന്റ് ചെയ്ത് വന്നു. കാരണം എന്താണ്? ഈ ഡാറ്റാബേസ് നെയിം കറക്റ്റ് ആണ്. ലോക്കൽ ഹോസ്റ്റ് ആണ് നമ്മുടെ ഹോസ്റ്റ് നെയിം. ഡാറ്റാബേസ് കോളേജ് എന്നാണ് കറക്റ്റ് ആണ്. യൂസർ പോസ്റ്റ്ഗ്രേസ് ആണ്. പാസ്വേഡ് ജെംസ് ആണ്. ഇതെല്ലാം കറക്റ്റ് ആയതുകൊണ്ടാണ് സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു ഡാറ്റാബേസ് വന്നത്. ഇത് എല്ലാ ഡാറ്റാബേസിന്റെ പ്രോഗ്രാമിനും ഈ ഒരു കോഡ് വേണം. ഓക്കെ, അത് മറന്നു പോയത്. ഇനി ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് കാര്യമല്ലാതെ ഇതിൽ ഡാറ്റാബേസ് നെയിം ചേഞ്ച് ചെയ്ത് വെക്കാം. കോളേജ് സ്പെല്ലിംഗ് ചേഞ്ച് ചെയ്തു, ഒരു E ഒഴിവാക്കി. ഓക്കെ, ദെൻ സേവ് ചെയ്തു. ഇനി റൺ ചെയ്ത് നോക്കാം. PG connect.php ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ? കുഡ് നോട്ട് കണക്റ്റഡ് ടു ദ ഡാറ്റാബേസ് കോളേജ്. കുഡ് നോട്ട് എന്നാണ്. അപ്പൊ കണക്ഷൻ കിട്ടിയില്ല. കാരണം ഇവിടെ കോളേജ് അല്ലെങ്കിൽ ഡാറ്റാബേസ് ഇല്ല. പോസ്റ്റ്ഗ്രേസിന്റെ യൂസറിന്റെ അകത്ത് എന്തില്ല? ഇങ്ങനെ ഒരു ഡാറ്റാബേസ് ഇല്ല, അതാണ് കിട്ടാത്തത്. അതുപോലെ ഇവിടെ അത് തന്നെ കോളേജ് മാത്രമല്ല, ഇവിടെ പോസ്റ്റ്ഗ്രേസ് പറഞ്ഞ കണ്ടന്റ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്യും. ലോക്കൽ ഹോസ്റ്റിലോ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് വർക്ക് ചെയ്യില്ല. കാരണം നമ്മുടെ ഡാറ്റാബേസിൽ അങ്ങനെയുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കണം. അതായത് ലോക്കൽ ഹോസ്റ്റ് എന്ന സെർവർ നെയിം ആയിരിക്കണം, ഡാറ്റാബേസ് എന്തായിരിക്കണം? കോളേജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡാറ്റാബേസ് കറക്റ്റ് ആയിരിക്കണം. അത് യൂസർ ID പാസ്വേഡ്, ഈ യൂസർ ID പാസ്വേഡ് ഇങ്ങനെ ഡാറ്റാബേസ് ഉണ്ടായിരിക്കും വേണം. അതല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ക്ലിയർ അല്ലേ? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ PHP പോസ്റ്റ്ഗ്രേസ് ഇന്റഗ്രേഷൻ ആയിരുന്നു. അതിൽ നിന്ന് ഡാറ്റാബേസ് എങ്ങനെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, ആ കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ക്ലോസ് ചെയ്യുക, ഈ 2 ക്വറീസ് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. ഓക്കെ, ആ ഫംഗ്ഷൻ ഓർത്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.